നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം പോകുന്നത് കാനഡയിൽ നിന്ന് വരുന്ന വാർത്തയിലേക്കാണ്. കാനഡയിൽ കത്തിക്കുത്തിൽ 2 പേർ മരിച്ചു എന്ന റിപ്പോർട്ട് വരുന്നു. 6 പേർക്കാണ് പരിക്കേറ്റത്. മരിച്ചവരിൽ ഒരാൾ അക്രമി തന്നെയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മാനിറ്റോബ പ്രവിശ്യയിലെ ഒരു ഫസ്റ്റ് നേഷൻ കമ്മ്യൂണിറ്റിയിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ കനേഡിയൻ പോലീസ് വ്യക്തമാക്കുന്നത്. അല്പസമയം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 2 പേരാണ് കാനഡയിലുണ്ടായ കത്തിയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മധു കൊട്ടാരക്കര ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, എന്തൊക്കെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? മധു, ഉന്മേഷ്, വിന്നിപ്പെഗിൽ നിന്ന് ഏതാണ്ട് 200 കിലോമീറ്റർ ദൂരെയുള്ള മാനിറ്റോബയിലാണ് ഈ സംഭവം നടക്കുന്നത്. 2 പേരാണ് മരണപ്പെട്ടത്. ഈ കുത്തുകൊണ്ട് ഒരാൾ മരിക്കുകയും ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആളും മരിച്ചതായിട്ടാണ് പോലീസ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ. 6 പേരെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇവർക്കും ദേഹത്ത് സാരമായ കുത്തുകൊണ്ടതായിട്ടാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിലെ 2 പേരെ എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രാദേശിക സമയം രാവിലെ ഏതാണ്ട് 8:00 ഈ സംഭവം നടക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ പ്രാദേശിക സമയം ഏതാണ്ട് 2 മണിയോടുകൂടി പോലീസ് ഒരു ന്യൂസ് കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഈ സംഭവ സ്ഥലം എല്ലാം സുരക്ഷിതമാണെന്ന് ഗവൺമെന്റ് അധികൃതർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷം, ഏതാണ്ട് 3 വർഷം മുമ്പ് ഇതിന്റെ തൊട്ടടുത്ത് ജെയിംസ് സ്മിത്ത് ക്രീനേഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് 11 പേർ കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. അതിന്റെ അതേ ദിവസം തന്നെയാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, ശരി. മധു കൊട്ടാരക്കരയാണ് ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. തിരുവോണപ്പുലരിയിലേക്ക് തിരുവോണപ്പുലരിയിലേക്ക് കൺതുറക്കാൻ പോവുകയാണ് മലയാളികൾ. ഓണം കെങ്കേമമാക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് ഉത്രാട ദിനത്തിൽ കണ്ടത്. മത്സരങ്ങളും ഓണക്കളികളുമായി മലയാളികളുടെല്ലാം ഓണാവേശം കൊട്ടിക്കയറുകയായിരുന്നു. തിരുവോണം മുറ്റത്തെത്തി ഒത്തുചേർന്നും സന്തോഷം പങ്കിട്ടും ഓണലഹരിയിലാണ് നാട്. ഓണം ഇതാ വന്ന് എത്തിക്കഴിഞ്ഞു, എല്ലാം വാങ്ങിച്ചു. എല്ലാ ഐറ്റവും വേണം, കുറേശ്ശെ എല്ലാത്തും കളക്ട് ചെയ്ത് മാക്സിമം കവർ ചെയ്യാനായിട്ടുള്ളൊരു. ഓണം ആഘോഷിക്കാനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ഓട്ടമായിരുന്നു ഉത്രാട ദിനത്തിൽ. സദ്യക്കുള്ള കൂട്ടുകൾ, ഓണക്കോടികൾ, പൂക്കൾ, ഇങ്ങനെ മറന്നുപോയതും മാറ്റിവെച്ചതുമായ എല്ലാ സാധനങ്ങൾക്കുമായി ഓട്ടം. കുഞ്ഞു വഴിയോരക്കടകൾ മുതൽ വലിയ വ്യാപാരശാലകൾ വരെ ആളുകളാൽ നിറഞ്ഞു. ഗൃഹാതുരസ്മരണകളുമായി മറുനാട്ടിലും ഓണാഘോഷത്തിന് തിളക്കമേറെ. ഞങ്ങൾക്ക് കേരളത്തിലെ പോലെ 10 ദിവസത്തെയല്ല ഓണം, ഞങ്ങൾ ഈ വർഷം അവസാനം വരെ ചലിക്കും. ഇവിടെ ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 മാസം ഓണമായിട്ട് തന്നെയാണ് പോകുന്നത്. എവിടെയായാലും ഓണവിപണിയിലേക്ക് ഇറങ്ങുന്നത് തന്നെ മലയാളികൾക്ക് ആവേശം. നല്ല നാളെ പുലരുമെന്ന പ്രതീക്ഷയിൽ ഇനി നമ്മൾ തിരുവോണ ദിനത്തിലേക്ക്. ന്യൂസ് ഡെസ്ക് 24. ഉത്രാടപ്പാച്ചിലായിരുന്നു പ്രവാസ ലോകവും. UAE-യിൽ വെള്ളിയാഴ്ച അവധി ലഭിച്ച് ഇരട്ടി മധുരമാവുകയും ചെയ്തു. നാടും നഗരവും എല്ലാ അർത്ഥത്തിലും തിരുവോണത്തിൻ്റെ ലഹരിയിൽ അമർന്നു കഴിഞ്ഞു. ഉത്രാടപ്പാച്ചിൽ തന്നെയാണ്. കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാസ ലോകത്തും മലയാളികൾ എല്ലാവരും തന്നെ ഉത്രാടപ്പാച്ചിലിൻ്റെ ലഹരിയിലാണ്. നാളേക്ക് വേണ്ടിയുള്ള സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിനും പൂക്കൾ ഒരുക്കുന്നതിനുമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്നതിനായി സൂപ്പർ മാർക്കറ്റുകളിൽ എല്ലാം തന്നെ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രവാസ ലോകത്ത് പറയുകയാണെങ്കിൽ ഏറെ കാലത്തിന് ശേഷമാണ് ഒരു തിരുവോണ ദിവസത്തെ അവധി ലഭിക്കുന്നത്. ആ ഒരു സന്തോഷം കൂടെ പ്രവാസി മലയാളികൾക്കുണ്ട് എന്നുള്ളതും ഏറെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ അവധി അറിഞ്ഞ് ആസ്വദിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് പ്രവാസി മലയാളികൾ എല്ലാവരും. ഉത്രാടപ്പാച്ചിലാണോ ഞാൻ ഫാമിലിയായിട്ടാണ്, ഇദ്ദേഹം ബാച്ചലറായിട്ടാണ്. അപ്പോൾ ഞങ്ങളൊരു കുറച്ച് പേര് ചേർന്ന്, കുറേ ഫ്രണ്ട്സ് ചേർന്ന് ഒരു സ്റ്റേക്കേഷൻ പോവാണ് ഇന്ന് രാത്രി. അപ്പോൾ അവിടെ എല്ലാം കുക്ക് ചെയ്ത് നാളെ രാവിലത്തേന് വേണ്ടി, നാളെ ഉച്ചക്കത്തിന് വേണ്ടിയുള്ള ഓണാഘോഷം. അതായത് വീട്ടിൽ നിന്ന് മാറിയിട്ട് വേറൊരു സ്ഥലത്ത് പോയി അവിടെ കുക്ക് ചെയ്ത് അതിനുള്ള ഭാഗമായിട്ടുള്ള പച്ചക്കറിയാണ് ഇതൊക്കെ. ഓണസദ്യ കഴിക്കാനുള്ള പ്ലാനാണ്. നാളെ അവധിയാണ്. അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂപ്പറായിട്ട് പോകുന്നു. ഫാമിലി ആയിട്ടാണോ അല്ലെങ്കിൽ? അതെ, ഫാമിലി ആയിട്ട്. ചെറിയ പർച്ചേസിലാണ്. ഓണമല്ലേ, നാട്ടിൽ പത്തനംതിട്ട. അല്ല, ഞങ്ങൾ 4 വർഷമായി ഇവിടെ. 3 വർഷമായിട്ട് ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ട്. വീട്ടിൽ ചെറിയ സദ്യ ഉണ്ടാക്കണം.
ഞങ്ങളുടെ ബാബയുടെ സെക്കൻഡ് ഓണാണ്. ആദ്യത്തെ ഓണം നാട്ടിലായിരുന്നു, അന്ന് വലിയ അറിവില്ലല്ലോ. ആദ്യത്തെ ഓണം നാട്ടിലേക്കാണ് ഗംഭീരമാണ് ഇവിടെ. ഗൾഫ് നാടുകളിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ എല്ലാം തന്നെ ഓണത്തിനായുള്ള പ്രത്യേക സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ സജ്ജീകരിച്ച് ഓണത്തിനുള്ള വിഭവങ്ങൾ വാങ്ങാനുള്ള സൗകര്യമെല്ലാം ഒരുക്കിയിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് ലുലു കിസൈസിലാണ്, ദുബായ് കിസൈസിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. ഇവിടെ എൻ്റെ പുറകിൽ കാണാൻ ഒരു ഓണച്ചന്ത, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു ഓണച്ചന്ത അടക്കം സജ്ജീകരിച്ചാണ് ഇവിടെ സാധനങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നാട്ടിൽ നിന്നാണ് പൂർണ്ണമായും സാധനങ്ങൾ കൊണ്ടുവന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ നാളെ ഇപ്പോൾ സദ്യ ഉണ്ടാക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇവിടെ നിന്ന് സദ്യ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ലുലു ആണെങ്കിൽ പഴയിടം മോഹൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള മോഹൻ നമ്പൂതിരി തയ്യാറാക്കുന്ന സദ്യയാണ് ഒരുക്കി. 25ഓളം വിഭവങ്ങൾ അടങ്ങിയ സദ്യയാണ് ലുലു തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് പായസമേളയും 30ഓളം വെറൈറ്റിയിലുള്ള പായസങ്ങൾ ഒരുക്കിയ പായസമേളയും സജ്ജമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും ഓണത്തെ ഗംഭീരമാക്കുകയാണ് ഇവിടെ പ്രവാസ ലോകത്തും. ദുബായിൽ നിന്നും ചരത്തിറങ്ങുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ പെൻജിത് മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണം ആഘോഷിച്ചു. ചെണ്ടമേളം, തിരുവാതിര, കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം, കേരള നടനം, ഗാനമേള എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. PMK പ്രസിഡന്റ് ഡെനീസ് ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ശ്രീജ ഷൈൻ, സെക്രട്ടറി ഡൈനീഷ് കുര്യൻ, ട്രഷറർ ജോബിഷ് മാത്യു, PRO റെക്സ് പുല്ലൻ, സണ്ണി മാത്യു, റിജോ മാത്യു, ജിലു ഗിനു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഓണാഘോഷത്തിനൊപ്പം അമ്പെയ്ത്ത് മത്സരവും. കോഴിക്കോടിന്റെ ഗ്രാമീണ മേഖലകളിലാണ് അമ്പെയ്ത്ത് മത്സരങ്ങൾ നടക്കുന്നത്. പഴമ നിലനിർത്തുകയാണ് ഈ കായിക വിനോദത്തിലൂടെ. മലബാറിന്റെ ഗ്രാമീണ മേഖലയിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് പേരാമ്പ്രയിൽ ആവേശമാണ് അമ്പെയ്ത്ത് മത്സരങ്ങൾ. വർഷങ്ങളായി ഓണാഘോഷത്തിന്റെ ഭാഗമാണ് അവർക്കിത്. കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് മത്സരങ്ങൾ നടത്തുന്നത്. നാടുവാഴികളും ജന്മിത്തൊക്കെയുള്ള കാലത്താണ് പിന്നെ ഒന്നിനും സ്വാതന്ത്ര്യമില്ല. അപ്പം പാവപ്പെട്ട ആളുകൾക്ക് ഒരു കലാപരിപാടി അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പോൾ അവർക്കൊരു ഓണനാളുകളിൽ ഒരു ആഘോഷിക്കാൻ ഒത്തുചേരാനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഈ അമ്പെയ്ത്ത് തുടങ്ങിയത്. അപ്പം ഒരാൾ ചെപ്പ് വെച്ച് കൊടുത്താൽ അടുത്ത ആൾ എഴുതി കൊള്ളിക്കണം. എഴുതി കൊള്ളിച്ച് കഴിഞ്ഞാൽ അത് രണ്ടാക്കി എടുക്കാനുള്ള ശ്രമമാണ് മറ്റേ ടീം ചെയ്യുക. ഒറ്റയിൽ ആ മറ്റേ ആൾ എടുക്കുകയും ഇരട്ടയിൽ ആ ചെപ്പാട് വെക്കുകയും ചെയ്യും. കാണികളും വലിയ ആവേശമാണ് അമ്പെയ്ത്ത് മത്സരത്തിൽ നൽകുന്നത്. എല്ലാ കല പോലെ തന്നെ ഇതും ഒരു അമ്പെയ്ത്ത് ഒരു കലയായിട്ടാണ് എല്ലാവരും കാണുന്നത്. എല്ലാവരും നല്ല ആവേശത്തോടെ കൂടിയാണ് ഇവർ മത്സരത്തിൽ പങ്കെടുക്കുന്നതും. കാണികളും അതേ രൂപത്തിൽ തന്നെയാണ് ഇത് കാണുന്നതും. ടീമുകളായി തിരിഞ്ഞാണ് മത്സരം. ജാതിമത ഭേദമന്യേ എല്ലാവരും ഇതിന്റെ ഭാഗമാകും. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. 25 വർഷങ്ങളായി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായ സാന്ത്വനം കുവൈറ്റ് ഇത്തവണയും കേരളത്തിൽ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. 14 ജില്ലകളിലായി തിരഞ്ഞെടുത്ത അഗതി മന്ദിരങ്ങൾ, വൃദ്ധസദനങ്ങൾ, തോട്ടം തൊഴിലാളി കേന്ദ്രങ്ങൾ, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിദ്യാലയങ്ങൾ, പാലിയേറ്റീവ് കെയർ സെന്ററുകൾ എന്നിവിടങ്ങളിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരുന്നത്. ഓണക്കോടികൾ, ഭക്ഷണ സാധനങ്ങൾ എന്നിവയ്ക്കൊപ്പം ആശ്വാസ സഹായങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്തു. സമൂഹത്തിന്റെ എല്ലായിടത്തും ഓണത്തിന്റെ സന്തോഷം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ആഗോള ഹിന്ദു കൺവെൻഷൻ ന്യൂജേഴ്സിയിൽ സമാപിച്ചു. 2.5 പതിറ്റാണ്ടായി അമേരിക്കയിലും കാനഡയിലും പ്രവർത്തിക്കുന്ന സംഘടനയാണിത്. സിൽവർ ജൂബിലി കൺവെൻഷൻ വൻ വിജയമാക്കി തീർത്തവർക്ക് ഡോക്ടർ നിഷ പിള്ള നന്ദി പറഞ്ഞു. മിഥു മാമച്ചൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹൈന്ദവ ആചാര്യന്മാർ, സാംസ്കാരിക നായകന്മാർ, കലാ, സാഹിത്യ, മാധ്യമ, ബിസിനസ് രംഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ KHNA കൺവെൻഷൻ ന്യൂജേഴ്സിയിലെ അറ്റ്ലാന്റിക് സിറ്റിയിൽ സമാപിച്ചു. മുൻ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി, ജഡ്ജ് രാജ രാജേശ്വരി, സിബു നായർ, ജെ നന്ദകുമാർ, അഡ്വക്കേറ്റ് ജയശങ്കർ തുടങ്ങിയവർ വേദിയെ ധന്യമാക്കി. മാധ്യമ സെമിനാറിൽ 24 ന്യൂസ് ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് മധു കൊട്ടാരക്കര, മലയാളി ചീഫ് എഡിറ്റർ ജോർജ് ജോസഫ്, ജന്മഭൂമിയുടെ ശ്രീകുമാർ എന്നിവർക്കൊപ്പം അമേരിക്കയിലെ മലയാളികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇലക്ടഡ് ഒഫീഷ്യലായ പ്രീനു നായരും പങ്കെടുത്തു. KHNAയുടെ
25 വർഷം. ഇറ്റ്സ് എ ക്രോസ് റോഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി ഓർഗനൈസേഷൻ. This Virat 25 convention, it has been a very tireless job for the last 2 years. സ്വാമി അമൃത സ്വരൂപാനന്ദപുരി ആചാരോപദേശവും നൽകി. 500-ൽ പരം കുടുംബങ്ങളിൽ നിന്ന് 2000-ൽ പരം അംഗങ്ങൾ വിരാട് 25 പതാകയ്ക്ക് കീഴിൽ അണിനിരന്ന കൺവെൻഷൻ വൻ വിജയമായതിന്റെ സന്തോഷം ഡോക്ടർ നിഷ പിള്ളയും ടീമും പങ്കുവച്ചു. As we gather for the closing ceremony of its grand Silver Jubilee celebration, India was the motherland of our race and Sanskrit was the mother of all European languages. ഇവിടെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാലും നിങ്ങളെ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും കഴിഞ്ഞാലുള്ള സന്തോഷം ആദ്യമായിട്ട് രേഖപ്പെടുത്തുക. അമൃതാനന്ദമയി അമ്മ ഓൺലൈനായി കൺവെൻഷന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. The most important thing is Manava Seva, our service to humanity. First, I would like to thank KHNA leadership, especially President Dr. Nisha Pillai. ആയിരത്തഞ്ഞൂറ് പേർക്ക് ഇലയിൽ വിളമ്പിയ പഴയുടെ സ്പെഷ്യൽ സദ്യയും മനം കവർന്നു. This is Midhu Mamachan signing off from Mexico 24 USA. എല്ലാ ജനങ്ങൾക്കും മാതൃകയായിരുന്നു മുഹമ്മദ് നബി എന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. സംസ്കാരവും നീതിയും മനുഷ്യത്വവും ഒരുപോലെ മനസ്സിലാക്കി തന്നിരുന്നു. പരസ്പര സഹായവും സൗഹൃദവും നിലനിർത്തി മുന്നോട്ടു പോകണം. രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഓരോരുത്തരും പ്രവർത്തിക്കണമെന്നും കാന്തപുരം നബിദിന സന്ദേശത്തിൽ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാമത്തെ നബിദിനമാണ് ഇന്ന്. നബി എല്ലാവർക്കും അനുഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൽ ഒരു പ്രത്യേക വിഭാഗത്തെയോ പ്രത്യേക സംസ്കാരത്തെയോ സൂചിപ്പിക്കാതെ എല്ലാ ജനങ്ങൾക്കും സംസ്കാരവും മര്യാദയും നീതിയും മനുഷ്യത്വമായി മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്ന ആളായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. പരസ്പര സഹായവും സൗഹൃദവും നിലനിർത്തി രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന പ്രതിജ്ഞയെടുക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ സംഘടനകളുടെയും നബിദിന ആശംസകൾ. വിഖ്യാത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനറായ ജോർജിയോ അർമാനി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. അനാരോഗ്യം മൂലം ജൂണിൽ നടന്ന മിലാനിലെ മെൻസ് ഫാഷൻ വീക്കിൽ പങ്കെടുത്തിരുന്നില്ല. 1975-ൽ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായിരുന്ന സെർജിയോ ഗാലിയോട്ടിനൊപ്പമാണ് ജോർജിയോ അർമാനി SP എന്ന പേരിൽ സ്വന്തം ഫാഷൻ ലേബൽ സ്ഥാപിച്ചത്. ആദ്യം പുരുഷന്മാരുടെ വസ്ത്രങ്ങളായിരുന്നു രൂപകൽപ്പന ചെയ്തതെങ്കിലും പിന്നീട് വനിതാ വസ്ത്രങ്ങളിലേക്കും ആഭരണങ്ങൾ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ, ഹോം ഇന്റീരിയർ എന്നിവയിലേക്കും ബ്രാൻഡ് വികസിക്കുകയായിരുന്നു. 1980-ൽ പുറത്തിറങ്ങിയ അമേരിക്കൻ ജിഗോളോ എന്ന സിനിമയിൽ റിഗ്ഡ് ഗിയർ ധരിച്ച അർമാനി വസ്ത്രങ്ങൾ വലിയ ശ്രദ്ധ നേടിയതോടെയാണ് ഫാഷൻ രംഗത്ത് തരംഗമായത്. സെപ്റ്റംബർ 6-നും 7-നും നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം സംസ്കാരം നടക്കും. സംസ്കാര തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ അതിക്രൂര മർദ്ദനത്തിൽ പരാതി ഒതുക്കി തീർക്കാൻ പോലീസുകാർ ഇടപെട്ടുവെന്ന ആരോപണവുമായി മർദ്ദനമേറ്റ സുജിത് VS പരാതിയിൽ നിന്ന് പിന്മാറാൻ തനിക്ക് 20 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തു എന്ന് സുജിത് VS 24-നോട് പറഞ്ഞു. ആക്രമണത്തിന് ദൃശ്യങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വീണ്ടും നടപടിയെടുക്കുന്നത് ചർച്ച ചെയ്യാൻ പോലീസ് ഉന്നതതല യോഗം ചേരും. പോലീസ് സ്റ്റേഷനിലുണ്ടായ ക്രൂരമർദ്ദനത്തിൽ നിയമപോരാട്ടവുമായി VS സുജിത്ത് ഉറച്ചുനിന്നോടെയാണ് പ്രതികളായ പോലീസുകാർ പണം വാഗ്ദാനം ചെയ്തത്. 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത പോലീസുകാർ വേണമെങ്കിൽ ആവശ്യപ്പെടുന്ന പണം നൽകാമെന്നും നേരിട്ടും ഇടനിലക്കാർ വഴിയും അറിയിച്ചതായി സുജിത്ത് പറഞ്ഞു. 20 ലക്ഷം രൂപ വരെയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ല, അതിലും കൂടുതൽ ഡിമാൻഡ് അല്ല, ജസ്റ്റ് അവർ പറഞ്ഞു നമ്മൾ എത്ര പറഞ്ഞത് അങ്ങനെ അത്രയ്ക്കും വലിയൊരു എമൗണ്ട് സെറ്റിൽമെന്റ് അവർ തയ്യാറായിരുന്നു. നേരിട്ടും ഇടനിലക്കാരായിട്ടും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മറീസറിന്റെ അടുത്താണ്. മർദ്ദന ദിവസം ജീപ്പ് ഓടിച്ചിരുന്ന ഡ്രൈവർ സുഹൈറിനെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. തന്നെ മർദ്ദിച്ചവരിൽ പ്രധാനിയായിരുന്നു സുഹൈർ എന്നും സുജിത് VS പറയുന്നു. ഷുഹൈർ ഡ്രൈവറായിരുന്നു. ജീപ്പ് ഓടിച്ചു വന്നിരുന്ന ആളായിരുന്നു ഡ്രൈവർ. ഈ ക്രൈമിലെ ആളെ ഉൾപ്പെടുത്തണം എന്നാണ് നമ്മുടെ ആവശ്യം. നിലവിലിപ്പോൾ വിഷ്വൽ ഇല്ലാത്തൊരു കാരണം ആളെ മാറ്റി നിർത്തിയതാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് 24-ന് ലഭിച്ചു. ക്രൂരമർദ്ദനം സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടിൽ പോലീസ് വീഴ്ച അക്കമിട്ട് നിരത്തുന്നുണ്ട്. പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കും. റേഞ്ച് DIG R ഹരിശങ്കറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് നടപടി സംബന്ധിച്ച കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. 24 തൃശൂർ.
കുന്നംകുളം സ്റ്റേഷനിലെ പോലീസ് ക്രൂരതയിൽ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ്. പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മർദ്ദനമേറ്റ സുജിത് വി.എസിനെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സന്ദർശിച്ചു. പോലീസ് സ്റ്റേഷനിലെ ക്രൂരമർദ്ദനം ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിക്ക് പോലീസിൽ നിയന്ത്രണമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ്, മുഖ്യമന്ത്രിയല്ല. മുഖ്യമന്ത്രിക്ക് ഒരു നിയന്ത്രണമില്ല. അവരാണ് തോന്നിയതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വയ്ക്കുന്നതും അവരെ കൈകാര്യം ചെയ്യുന്നത്. അന്വേഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത് വി.എസിനെ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണം എന്നാണ് കോൺഗ്രസ് ആവശ്യം. മർദ്ദനത്തിൽ ചെവിക്ക് പരുക്കേറ്റ സുജിത്തിന് നഷ്ടപരിഹാരം നൽകണം. പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചതിൽ കേസെടുക്കണം. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും പ്രതിഷേധ മാർച്ച് നടത്താനാണ് തീരുമാനം. 20 ലക്ഷം രൂപ വരെയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ല, അതിലും കൂടുതൽ ഡിമാൻഡ് അല്ല. ജസ്റ്റ് അവർ പറഞ്ഞു നമ്മൾ എത്ര പറഞ്ഞാൽ അങ്ങനെ അത്രയ്ക്കും വലിയൊരു എമൗണ്ട് സെറ്റിൽമെന്റ് അവർ തയ്യാറായിരുന്നു. നേരിട്ടും ഇടനിലക്കാരായിട്ടും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മർദ്ദനമേറ്റ സുജിത് വി.എസിനെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സന്ദർശിച്ചു. സുജിത്തിനെ മർദ്ദിച്ച SI നുഹ്മാന്റെ മലപ്പുറത്തെയും CPO സജീവന്റെ തൃശൂരിലെയും വസതികളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. മലപ്പുറത്ത് പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി. CPO സന്ദീപ് ജോലി ചെയ്യുന്ന മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. എറണാകുളം അങ്കമാലിയിലും പോലീസിനെതിരെ പരാതി ഉയരുകയാണ്. അങ്കമാലിയിലെ ഓട്ടോ ഡ്രൈവറായ സിബീഷിനെ മർദ്ദിച്ചു എന്നാണ് പരാതി. ഓട്ടോ സ്റ്റാൻഡിലുണ്ടായ തർക്കത്തിന്റെ വിവരങ്ങൾ ചോദിക്കാനെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. SI നിലത്തിട്ട് ബൂട്ടിന് ചവിട്ടുകയും ഓഫീസ് റൂമിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തുവെന്ന് സിബീഷ് പറഞ്ഞു. അങ്കമാലി സ്റ്റേഷനിലെ SI പ്രദീപ് കുമാറിനെതിരെയാണ് പരാതി. പോലീസ് മർദ്ദിച്ചത് എന്നെ സ്റ്റേഷൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ ഈ പരാതി കൊണ്ട് 6-ാം തീയതി രാവിലെ 10:30 എന്നെ വിളിച്ചു വരുത്തണേ. ഞാൻ ഒരു 10:45 അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വന്നിട്ട് ഇത് ചോദിച്ചിട്ട് എന്നെ പോലീസ് ബാക്കിൽ നിന്ന് ആദ്യം നെഞ്ചത്ത് ചേർത്ത് ചുമരോട് ചേർത്ത് പിടിച്ചിട്ട് കുറേ അസഭ്യം പറഞ്ഞു വീട്ടുകാരെ കുറിച്ച്. ഇത് കഴിഞ്ഞിട്ട് കഴുത്തിൻ്റെ ഇവിടേക്ക് ശക്തമായിട്ട് ഇടിക്കാറുണ്ട് മുഷ്ടി വെച്ചിട്ട്. ഇത് കഴിഞ്ഞ് എന്നെ അകത്തുനിന്ന് എഴുതി. അത് കഴിഞ്ഞ് പ്രശ്നം പരിഹരിച്ച് കഴിയുമ്പോൾ എന്നെ അകത്തുനിന്ന് വിളിച്ചു. ഈ നെഞ്ചത്തേക്ക് പുള്ളിയുടെ വലത് കൈ വീശി അടിക്കണം നെഞ്ചത്തേക്ക്. ഇത് കഴിഞ്ഞ് പുള്ളിയുടെ ബൂട്ടിട്ട് കാലുമ കയറി ഞെക്കി ഞെരിച്ച് എൻ്റെ കാലിൻ്റെ തൊലി പോയി കാലുമ നീര് വന്നു. പരാതി പറയുന്നതൊന്ന് കേൾക്കാനോ അവിടെ പോയി അന്വേഷിക്കാനോ മനസ്സില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും തെറി എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ അറക്കണ തെറിയാണ് പുള്ളി പറയണേ. ലൈംഗികാരോപണ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ FIR കോടതിയിൽ സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് FIR-ൽ പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടികളെ നിരന്തരം ശല്യം ചെയ്തതിനും ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയതിനും വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. FIR-ന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ തീരുമാനം കൂടിയാലോചനയ്ക്ക് ശേഷം എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. 5 പേരുടെ പരാതികളിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. കേസുമായി നേരിട്ട് ബന്ധമില്ലാത്ത 5 പേരും 3ാം കക്ഷികളാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച FIR-ൽ ഇരകളാക്കപ്പെട്ടവരുടെ മൊഴിയില്ല. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികളിലാണ് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തത്. BNS 78(2), 351, പോലീസ് ആക്ട് 120 വകുപ്പുകളാണ് ചുമത്തിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് FIR സമർപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇങ്ങനെ: അല്ല, അതെല്ലാം പാർട്ടി എടുക്കേണ്ട ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ്. ഞങ്ങളെല്ലാം കൂടിയാലോചിച്ച് എല്ലാ തീരുമാനം എടുക്കുള്ളൂ. അല്ല, ഇപ്പം ഞാൻ CLP ലീഡറാണ്. ഞാൻ പോലും ആ തീരുമാനം ഞാനാണ് പറയേണ്ട ആ തീരുമാനം, അല്ലേ? ഞാൻ പോലും പറയാൻ പാടില്ല അങ്ങനെ തീരുമാനം. അത് എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അന്നത്തെ സാഹചര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി പറയാൻ രമേശ് ചെന്നിത്തലയും തയ്യാറായില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികൾ ശരിയാണെന്നും തനിക്ക് നേരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. തമിഴ്നാട് പര്യടനത്തിന് തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് സെപ്റ്റംബർ 13-ന് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് യാത്ര തുടങ്ങും. ആദ്യഘട്ടത്തിൽ 10 ജില്ലകളിലായിരിക്കും പര്യടനം. പര്യടനത്തിനുള്ള ബസ് തയ്യാറാക്കി കഴിഞ്ഞു. വിജയ് ഓഫീസ് വിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നതിനു പിന്നാലെയാണ് സംസ്ഥാന പര്യടനം. പടിഞ്ഞാറൻ തമിഴ്നാട്ടിൽ സമ്മേളനം നടത്തും. സംസ്ഥാന പര്യടനത്തിന് മുന്നോടിയായി 56 നിയമസഭാ മണ്ഡലങ്ങളിലെ പാർട്ടി ഭാരവാഹികളുടെ യോഗം ചേർന്നു. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.